UDF സർക്കാർ സ്ത്രീകൾക്കായി നടപ്പിലാക്കിയ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി സംസ്ഥാനത്തെ സ്വകാര്യ ബസ് വ്യവസായത്തെ കടുത്ത പ്രതിസന്ധിയിലാക്കുകയാണ്. KSRTC ഓർഡിനറി ബസ്സുകളിൽ വനിതകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചതോടെ സ്വകാര്യ ബസ്സുകളിലെ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ബസ് ഉടമകളുടെ വരുമാനത്തെ ദോഷകരമായി ബാധിക്കുകയും വ്യവസായത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. KSRTC ഓർഡിനറികളിലേക്ക് വനിതകൾ കൂട്ടത്തോടെ കൂടുമാറിയതോടെ സ്വകാര്യ ബസ്സുകളിൽ യാത്രക്കാർ കുത്തനെ കുറഞ്ഞു. ഇത് സ്വകാര്യ ബസ്സുകളുടെ വരുമാനത്തിൽ വരുത്തിയതും വലിയ കുറവാണ്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ സ്ത്രീകളായിരുന്നു ചെറു റൂട്ടുകളിലടക്കം സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളിലെ യാത്രക്കാരിലെ വലിയൊരു പങ്കും. പ്രിയദർശിനി പദ്ധതി നടപ്പിലായതോടെ ഇവരിൽ വലിയൊരു വിഭാഗം KSRTCയിലേക്ക് മാറി. സ്വകാര്യ ബസ്സുകളുടെ പ്രതിദിന വരുമാനത്തിൽ 2000 മുതൽ 3000 രൂപയുടെ വരെ കുറവിന് ഇത് വഴിവെച്ചു. ഡീസൽ, സ്പെയർ പാർട്സ്, ഇൻഷുറൻസ്, ഫിറ്റ്നസ്, നികുതി, ജീവനക്കാരുടെ ശമ്പളം തുടങ്ങിയ ചെലവുകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ വരുമാന നഷ്ടം ഇരട്ടിയാണെന്ന് പറയാതെ വയ്യ. കോട്ടയം, പത്തനംതിട്ട, കൊല്ലം, തൃശൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിലാണ് പ്രതിസന്ധി കൂടുതൽ. വരുമാന നഷ്ടം ചൂണ്ടിക്കാട്ടി കാസർഗോഡ് ജില്ലയിൽ 450 സ്വകാര്യ ബസ്സുകൾ ഇന്നലെ പണിമുടക്കി. സാമ്പത്തികമായി നേട്ടമില്ലാത്തതിനാൽ എറണാകുളം ജില്ലയിൽ മാത്രം ഏകദേശം 30 സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ചു. അതിനിടെ വരുമാന നഷ്ടം മറികടക്കാൻ ചിലയിടങ്ങളിൽ സ്വകാര്യ ബസ്സുകാർ സ്വന്തം നിലയിൽ നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള നീക്കവും തുടങ്ങി. വയനാട്ടിൽ വിദ്യാർത്ഥികളുടെ കുറഞ്ഞ കൺസെഷൻ നിരക്ക് 1 രൂപയിൽ നിന്ന് 3 ആക്കി ഉയർത്തിയത് പ്രതിഷേധത്തിന് കാരണമായി. പ്രതിസന്ധിയുടെ ഭാരം തങ്ങളിൽ മാത്രം അടിച്ചേൽപ്പിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് വിദ്യാർത്ഥികളും പറയുന്നു. സംസ്ഥാനത്ത് 11,936 സ്വകാര്യ ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. സർക്കാർ സൗജന്യ യാത്രാ പദ്ധതി ആരംഭിച്ച 21 ദിവസത്തിനുള്ളിൽ 40 കോടി രൂപയുടെ നഷ്ടം സ്വകാര്യ ബസ് മേഖലയ്ക്കുണ്ടായെന്നാണ് ബസ് ഉടമകളുടെ കണക്ക്. വരുമാന ഇടിവ് തുടർന്നാൽ കൂടുതൽ സർവീസ് നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നും അത് ഗ്രാമപ്രദേശങ്ങളിലടക്കം പൊതുഗതാഗതത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. സാമൂഹിക ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനൊപ്പം സ്വകാര്യ ബസ് മേഖലയുടെ നിലനിൽപ്പ് ഉറപ്പാക്കുന്ന തരത്തിൽ സർക്കാർ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം.